ഇവിടെ ആരാണ് പ്രശ്നക്കാരൻ? ഇനി പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഇത് പിന്നെ മന്ത്രിമാർ തമ്മിലുള്ള മൂപ്പിളമ തർക്കമാണ്. പാർലമെന്റിലെ എം പിയും മുൻ സ്പീക്കറുമൊക്കെയായ തദ്ദേശ മന്ത്രി എം പി രാജേഷാണോ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണോ സീനിയർ? ഇവരിൽ ആര് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കേൾക്കും അല്ലെങ്കിൽ കേൾക്കണം? അതായിരുന്നു ഒരു ചോദ്യം. തലസ്ഥാനത്തെ ഏറ്റവും വലിയ സ്മാർട്ട് റോഡിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെട്ടെന്ന് പിന്മാറിയതിന് പിന്നിലെ കാരണം അനാരോഗ്യവും ശാരീരിക അസ്വസ്ഥതയുമാണെന്ന് മുഖ്യമന്ത്രി ഓഫീസ് വ്യക്തമാക്കിയിരുന്നു. തെറ്റിദ്ധാരണകൾ അങ്ങനെ മാറ്റുകയും ചെയ്തു. അസ്വസ്ഥത മുഖ്യമന്ത്രിക്കാണോ സ്മാർട്ട് റോഡിനാണോ അതോ ഈ റോഡിന് പിന്നിൽ പ്രവർത്തിച്ച വകുപ്പ് മന്ത്രിമാർക്കാണോ എന്നാണ് ഇനി അറിയേണ്ടത്. മുഖ്യമന്ത്രി എന്തായാലും ഈ ഗംഭീര ചടങ്ങിൽ നിന്ന് മാറിയിരുന്നു. കാരണം തദ്ദേശ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാർ തമ്മിലുള്ള തർക്കമാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു വരുത്തുന്നുണ്ട്. പദ്ധതിക്കായി പകുതിയിലേറെ പണം ചിലവഴിച്ച തദ്ദേശ വകുപ്പിനെ പൂർണ്ണമായും അവഗണിച്ച് ഒഴിവാക്കി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പദ്ധതിയുടെ അവസാനത്തെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിച്ചു എന്നതാണ് തർക്കത്തിന് കാരണമെന്ന് ചില ദോഷക ദൃക്കുകൾ പറഞ്ഞു വരുത്തുന്നുണ്ട്. ഇക്കാര്യം മന്ത്രി എം പി രാജേഷ് നേരിട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ ചെന്ന് പരാതി പറഞ്ഞതോടെയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മാറി നിന്നതെന്നാണ് വിവരം. എന്നാൽ ഇക്കാര്യവും മുഖ്യമന്ത്രി നിഷേധിച്ചിട്ടുണ്ട്. ചടങ്ങിൽ പങ്കെടുക്കാത്തത് തൻ്റെ അനാരോഗ്യം കാരണമാണെന്ന് മുഖ്യമന്ത്രി ഓഫീസും പറയുന്നു. ഇപ്പോഴത്തെ പ്രചാരണം സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെയും പരിപാടികളുടെയും ശോഭ കെടുത്താനാണെന്ന് മുഖ്യമന്ത്രി ഓഫീസ് നൽകിയ വിശദീകരണത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഈ ശോഭ കെടുത്തുന്നത് സ്വന്തം മന്ത്രിമാരാണോ പ്രതിപക്ഷമാണോ എന്ന് ഒന്നുകൂടി വ്യക്തമാകാനുമുണ്ട്. ആധുനിക രീതിയിലും നൂതന സംവിധാനത്തിലും നിലവാരത്തിലുമൊക്കെ നിർമ്മിച്ച സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഒടുവിൽ അത് ഗതാഗതത്തിന് തുറന്നു കൊടുത്തെങ്കിലും ഉദ്ഘാടനം മാത്രം നടത്തിയിരുന്നില്ല. പൊതുമരാമത്ത് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഫ്ലക്സുകളും ഉൾപ്പെടുത്തി വൻ പ്രചരണമായിരുന്നു തലസ്ഥാനത്ത്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്, പണം ചെലവഴിക്കുന്നത് പക്ഷേ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനവും സംയുക്തമായാണ്. തിരുവനന്തപുരം നഗരസഭ 200 കോടി ചെലവിൽ റോഡ് പണിതപ്പോൾ അതിൽ 80 കോടിയായിരുന്നു കേന്ദ്രത്തിൻ്റെ ഫണ്ട്. ബാക്കി 80 കോടി പോയത് തദ്ദേശ ഭരണ വകുപ്പിൻ്റെ അക്കൗണ്ടിൽ നിന്നും. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ ഇടപെട്ട് 40 കോടിയും കൊടുത്തു. ഇങ്ങനെയാണ് കാര്യങ്ങളെന്നിരിക്കെ 10 പൈസ പോലും ചെലവഴിക്കാത്ത പൊതുമരാമത്ത് വകുപ്പ് ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുത്തതിലെ വിയോജിപ്പ് എം പി രാജേഷ് നേരിട്ട് മുഖ്യമന്ത്രിയെ കണക്കുകൾ സഹിതം ധരിപ്പിച്ചു എന്നാണ് വിവരം. ഇതോടെ മുഖ്യമന്ത്രി ഒന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് ക്ലിഫ് ഹൗസിലേക്ക് പോയി. തിരികെ തൊട്ടു പിന്നാലെ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല, തനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അനാരോഗ്യം പറഞ്ഞ് ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തു. ഉദ്ഘാടന ദിവസം ഉച്ചവരെയും അടുത്ത ദിവസം രാവിലെ നടന്ന ചില പരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുത്തത് തെളിവുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന പേരിൽ മുഹമ്മദ് റിയാസിന് വലിയൊരു പരിഗണന ലഭിക്കുന്ന ആരോപണം അതിപ്പോൾ വന്നതല്ല, അധിക്ഷേപം ഇപ്പോൾ വന്നതല്ല എന്ന് മുഹമ്മദ് റിയാസ് മന്ത്രിയായോ അന്നു മുതലുണ്ട്. അതിൻ്റെ പേരിൽ സംസ്ഥാനത്തെ ഭരണം എവിടെയെങ്കിലും ഒന്ന് മുടങ്ങുകയോ ഒന്ന് മുടന്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് മറ്റൊരു വസ്തുത. വ്യവസായ വകുപ്പിൻ്റെ പദ്ധതി ഏകപക്ഷീയമായി ടൂറിസം ഫയലിലാക്കി സ്വന്തമാക്കിയതിൽ അമർഷം മാസങ്ങൾക്ക് മുമ്പ് വ്യവസായ മന്ത്രി പി രാജീവ് മുഖ്യമന്ത്രിയെ അറിയിച്ചു എന്നാണ് വിവരം. ഇനി എന്തായാലും പറയേണ്ടത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് തന്നെയാണ്. കാര്യങ്ങൾ ചെയ്യാൻ മറ്റ് വകുപ്പുകളും അത് ജനത്തോട് വിളിച്ചു പറയാൻ ക്രെഡിറ്റ് എടുക്കാൻ പൊതുമരാമത്ത് മന്ത്രി ഉണ്ടെങ്കിൽ അതങ്ങനെ തന്നെയാണ്. സർക്കാരിൻ്റെ 4ാം വർഷമാണ്, ഇനിയും 1 കൊല്ലം കൂടിയുണ്ട്. പദ്ധതികൾ വരും പോകും, മന്ത്രിമാർ വരും പോകും, ജനം ഇവിടെ തന്നെ കാണും. ഇതാണ് മന്ത്രി റിയാസിന് മറുപടിയായി പറയാനുമുള്ളത്. ഇത് തന്നെയാണ് എം പി രാജേഷിന് പറയാനുള്ളത്. സ്വന്തം വകുപ്പ് നോക്കാതെ മറ്റുള്ളവരുടെ വകുപ്പിൽ കയറി കൈയിടരുത്. എന്തായാലും മുഖ്യമന്ത്രി പിടിച്ച പുലുവാല് 2 മന്ത്രിമാർ തമ്മിലുള്ള തർക്കത്തിൻ്റെ പേരിൽ അത് അവിടെ അങ്ങ് തീർന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം സ്മാർട്ട് റോഡിലൂടെ കഴിഞ്ഞ 2 ആഴ്ചയായി വാഹനങ്ങൾ ഒരു തടസ്സവുമില്ലാതെ സ്മാർട്ടായി തന്നെ ഓടുന്നുണ്ട്. അപ്പോൾ പിന്നെ മന്ത്രിസഭയും അതിനൊപ്പം സ്മാർട്ടായി പോകട്ടെ എന്ന് തന്നെ വേണം വിചാരിക്കാൻ. ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.